നടക്കുകയാണ് നമ്മൾ പഴയ കാലത്തിലേക്ക് കുട്ടിക്കാലത്തിലൂടെ പുതിയ തലമുറയിലെ ആളുകളുമായി മേത്ത് കൊള്ളാകല ബാക്കിൽ ബാക്കിലേക്ക് ഞാൻ അവിടെ ഞാൻ പറയുമ്പോൾ വന്നാൽ മതി. ഇതുപോലത്തെ കാഴ്ചകൾ പണ്ട് ഉണ്ടായിരുന്ന ഇടവഴികളാണ്. വർഷങ്ങളോളം 3000 വർഷം പഴക്കമുള്ള ഇടവഴികളാണ് ഇതിൻ്റെ. കണ്ടില്ലേ പണ്ടത്തെ കണ്ടില്ലേ പണ്ടത്തെ ഇടവഴികൾ. ജസ്റ്റ് ഫോർ യുവർ കൺസേൺ, ദിസ് ഇസ് വേർ ദ പ്ലേസ് അവർ ഗ്രാൻഡ് പാസ്. കണ്ടില്ലേ ഇത് പനയുടെ വേരുകൾ. കണ്ടില്ലേ പനയുടെ വേരുകളെ കണ്ടില്ലേ അപൂർവമായി കാണുന്നത്. കണ്ടില്ലേ പനയുടെ വേരുകളെ കണ്ടില്ലേ. ദിസ് ഈസ് വൺ ഓഫ് ദ ബ്യൂട്ടിഫുൾ സീനറീസ് ഇൻ അവർ ലാൻഡ്. കണ്ടില്ലേ ഇതാണ് പനയുടെ വേരുകൾ. ഒറ്റക്ക് നടന്നു പോകുന്ന ഉണ്ടായിരിക്കാം. മഞ്ചാടി അടിയിലുണ്ടാവും. പച്ചപ്പ് നിറഞ്ഞു അപ്പൊ നിങ്ങൾ കണ്ടോളൂ. കണ്ടില്ലേ പണ്ടത്തെ ഇടവഴി ആയിരക്കണക്കിന് വർഷം 30,000 വർഷം പഴക്കമുള്ള ഇടവഴിത്തോടുകളാണ്. ഇപ്പോൾ ഇപ്പുറത്ത് കല്ലൊക്കെ വെച്ചു, പക്ഷെ ഇതായിരുന്നു. ഇത് 3000 വർഷം പഴക്കമുള്ള ഒരു ഹിന്ദു സഹോദരന്മാരുടെ അമ്പലത്തിൻ്റെ വഴിയാണിത്. പുത്തൂർ അമ്പലം പണ്ടത്തെ പേര് കേട്ട അമ്പലമായിരുന്നു. ഇപ്പം അതൊക്കെ രണ്ടാമത് പുനഃപ്രതിഷ്ഠിക്കുന്നുണ്ട് അവർ. ഉണ്ടല്ലേ ഇതൊക്കെ ഒരു നമ്മളെ പ്രവാസികളായ സഹോദരങ്ങൾക്ക് ഒരു മെമ്മറിയാണ്. എന്ത് പറയുന്നു, നിന്റെ കുട്ടിക്കാലത്ത് നിനക്ക് ഇങ്ങനത്തെ ഒന്നും കണ്ടിട്ടില്ലല്ലോ? കണ്ടിട്ടില്ലോ? എന്താ നീ ഇതിനെപ്പറ്റി ഒരു അഭിപ്രായം പറയൂ. ഇങ്ങനെയൊക്കെ വന്ന് കാണുന്നതിനെ പറ്റി നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം പറഞ്ഞാൽ. ഇത് കണ്ടില്ലേ, നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കുറേ കാലം മുമ്പ് നമ്മളെ കുട്ടിക്കാലത്ത് കണ്ടിരുന്നു തേരട്ട എന്ന് പറഞ്ഞ സാധനം. കണ്ടില്ലേ ഇതാണ് തേരട്ട. പണ്ടുണ്ടായിരുന്ന തേരട്ട. പണ്ടൊക്കെ നമ്മളെ പാടങ്ങളിൽ നിരന്തരം ഉണ്ടായിരുന്നു കറുത്ത തേരട്ട. കണ്ടില്ലേ ഏകദേശം കണ്ടില്ലേ ഒരു വിരലിൻ്റെ വലുപ്പമുണ്ട്. കണ്ടില്ലേ കണ്ടില്ലേ എത്ര വലുപ്പമുണ്ട്. ഇതൊക്കെ മലയാളിയാണ് കേട്ടോ. അതൊക്കെ മലയാളിയാണ്. ആ കണ്ടില്ലേ കണ്ടില്ലേ ഇത് വലിയ ഒരു മലമ്പാമ്പ് പോലെ കിടക്കുന്നത് കണ്ടില്ലേ. കണ്ടില്ലേ പണ്ടത്തെ അന്നകോണ്ട പറയാൻ പറ്റൂല. ചിലപ്പോൾ ഇത് അന്നകോണ്ട, ചിലപ്പോൾ എന്തായിരിക്കും അന്നകോണ്ട